പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാരുടെ ബാഗുകൾ പരിശോധിച്ച രസം കണ്ടെത്തിയ അമിത്ഷായ്ക്കും പണി കിട്ടി. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അമിത്ഷായുടെ ബാഗും ചികഞ്ഞു നോക്കിയിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഹെലികോപ്റ്ററും ബാഗുകളുമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ചത്. പ്രതിപക്ഷ നേതാക്കളുടെ ബാഗുകൾ വ്യാപകമായി പരിശോധിക്കുന്നു എന്ന ആരോപണം ശക്തമായ സാഹചര്യത്തിലായിരുന്നു അമിത്ഷായുടെ ബാഗുകളും ഹെലികോപ്റ്ററും പരിശോധിച്ചിരിക്കുന്നത്. ഹെലികോപ്റ്ററിനുള്ളിൽ ഉദ്യോഗസ്ഥർ തന്റെ ബാഗുകൾ പരിശോധിക്കുന്നതിന്റെ വീഡിയോ അമിത്ഷാ തന്നെ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവെക്കുകയായിരുന്നു. ന്യായമായ തെരഞ്ഞെടുപ്പിലും ആരോഗ്യപരമായ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലും BJP വിശ്വസിക്കുന്നുവെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എല്ലാ നിയമങ്ങളും പാലിക്കുമെന്നും അമിത്ഷാ തന്റെ എക്സിലൂടെ പറഞ്ഞു. ആരോഗ്യപരമായ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലേക്ക് നാം എല്ലാവരും സംഭാവന നൽകുകയും ലോകത്തെ ഏറ്റവും ശക്തമായ ജനാധിപത്യമായ ഇന്ത്യയെ നിലനിർത്തുന്നതിൽ നമ്മുടെ കടമകൾ നിർവഹിക്കുകയും വേണമെന്നും വ്യക്തമാക്കി. മാതൃകാ പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിൽ വന്നതോടെ വോട്ടർമാരെ ആകർഷിക്കാൻ സമ്മാനങ്ങളും പണവും വിതരണം ചെയ്യുന്നത് തടയുന്നതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പതിവായി പരിശോധനകൾ നടത്തുന്നുണ്ട്. ശിവസേന UBT നേതാവ് ഉദ്ധവ് താക്കറെ തിങ്കളാഴ്ച യവത്മാലിൽ എത്തിയപ്പോൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. ഇതിന്റെ വീഡിയോ പങ്കുവച്ച താക്കറെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയോ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ബാഗുകൾ ഇതുപോലെ പരിശോധിക്കുമോ എന്ന് ചോദിച്ചിരുന്നു. ആ വെല്ലുവിളിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഏറ്റെടുത്തൊരു നാടകം പോലെ അരങ്ങേറി നടത്തിയിരിക്കുന്നത്. ഉദ്ധവ് താക്കറെയുടെ ബാഗുകൾ ലാത്തൂരിൽ വീണ്ടും പരിശോധിച്ചിരുന്നു. ഉദ്ധവ് താക്കറെയുടെ മകൻ ആദിത്യ താക്കറെ എക്സിൽ ഇതിന്റെ വീഡിയോ പങ്കിടുകയും ചെയ്തു. വിവാദങ്ങൾക്കൊടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ദേവേന്ദ്ര ഫഡ്നാവിസ്, ഏക്നാഥ് ഷിൻഡെ, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി എന്നിവരുടെ ബാഗുകളും ഹെലികോപ്റ്ററുകളും പരിശോധിച്ചു. 288 നിയമസഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ നവംബർ 20-ന് ഒറ്റഘട്ടമായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. 3 ദിവസത്തിന് ശേഷം വോട്ടെണ്ണൽ നടക്കും. അമിത്ഷായുടെ ബാഗും ഹെലികോപ്റ്ററും മഹാരാഷ്ട്രയിൽ വെച്ച് പരിശോധിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വീഡിയോ നമുക്ക് കാണാം. Yes.